നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 559 559. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 559. കഴിഞ്ഞ എപ്പിസോഡിൽ 49 സർഗം ഏതിൽ ശ്രീകൃഷ്ണ ലീലാകാന്ഡത്തിൽ, അതിൻ്റെ ഹെഡിങ് പറയുക ബ്രഹ്മസ്തുതി എന്നാണ്. ആ ബ്രഹ്മസ്തുതിയിൽ അവസാനത്തെ ശ്ലോകം 53 ശ്ലോകം എന്തായിരുന്നു? പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ചു വണക്കമുൾ തിങ്ങിയ വേദഗർഭൻ ബ്രഹ്മാവ് ഹംസത്തെ ഒട്ടൊന്നു നടത്തിയും കൊണ്ട് ഇറങ്ങി ഉള്ളം ചരിതാർത്ഥമായോൻ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് 50 സർഗം വനഭോജനം. ശ്രദ്ധിക്കുക. 1 ശ്ലോകം. ബ്രഹ്മാവിനെ കനിഞ്ഞ് ആ മട്ട് അയച്ചു മധുസൂദനൻ, പൈക്കിടാങ്ങളെ ആട്ടിക്കൊണ്ടണഞ്ഞാനുടൻ ഉണ്ണുവാൻ. കാരണം ഉണ്ടിട്ടില്ലല്ലോ, കയ്യിലിങ്ങനെ വെച്ചിട്ടില്ലുള്ളൂ. ബ്രഹ്മാവിനെ കനിഞ്ഞ് ആ മട്ട് അയച്ചു മധുസൂദനൻ, മധു എന്ന അസുരനെ കൊന്നവൻ മധുസൂദനൻ, പൈക്കിടാങ്ങളെ ആട്ടിക്കൊണ്ടണഞ്ഞാനുടൻ ഉണ്ണുവാൻ. നാഥൻ പിരിഞ്ഞിട്ടോരാണ്ടു കഴിഞ്ഞും കൃഷ്ണമായയാൽ, നാഥൻ പിരിഞ്ഞ് ഒരാണ്ട് കഴിഞ്ഞും കൃഷ്ണമായയാൽ അരക്ഷണം പോയതായിട്ടറിഞ്ഞില്ലവരെ വരും. ഈ കന്നുകളെ നോക്കാൻ പോയിട്ടുള്ള ഭഗവാൻ കയ്യിൽ ചോറും കയ്യിൽ വെച്ചിട്ടാണ് അങ്ങനെ പോയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അതൊന്നും കുട്ടികൾക്ക് അറിഞ്ഞിട്ടില്ല. കാരണം എന്താ? മായ. കാരണം ഭഗവാൻ വന്നു, കുട്ടികളെയും കൊണ്ട് വൈകുന്നേരം വൃന്ദാവനത്തിലേക്ക് മടങ്ങി, പിറ്റേ ദിവസം പോയി വന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഉണ്ണണ്ട കാര്യം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നാഥൻ പിരിഞ്ഞിട്ടോരാണ്ടു കഴിഞ്ഞും കൃഷ്ണമായയാൽ അരക്ഷണം പോയതായി അറിഞ്ഞില്ലവരെ വരും. എന്തു തന്നെ മറന്നീടിൽ അഖിലേശൻ്റെ മായയിൽ ആത്മാവിനെ കൂടി മറന്നല്ലോ മേവുന്നു സർവരും. നമ്മളൊക്കെ ഭൗതിക നേട്ടം കൊയ്യാൻ വേണ്ടി മായയിൽ കടന്ന് വലിയാണ് നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ സ്വന്തം ശരീരത്തിൽ വർത്തിക്കുന്ന ബ്രഹ്മചൈതന്യത്തിനെ കൂടി നമ്മൾ മറക്കണം. ദാറ്റ് ഈസ് ദി ഫാക്ട്, ദാറ്റ് ഈസ് ദി ട്രൂത്ത്. അവരവരുടെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ മറന്നിട്ടാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ക്യൂ നിൽക്കുന്നത്, ശബരിമലയിൽ പോണത്, പണിയാണ്ടവനെ കാണണത്, തിരുച്ചെന്തൂര്, പിന്നെ എന്താ പറയുക, തിരുപ്പതിയിൽ ഒക്കെ നമ്മൾ പോകുന്നുണ്ട്. അതിനൊക്കെ ഒരു അറുതി വരുത്തണം. എന്താ അങ്ങനെ പറയാൻ കാരണം? അവരവരുടെ വീട്, ഭവനങ്ങൾ, ചാളയായാലും അരമനയാണെങ്കിലും അവിടെ ഈശ്വരീയ ചൈതന്യത്തിനെ കാണാൻ സാധിക്കണം. അപ്പം നമ്മുടെ ശരീരാന്തർഗതമായി സർവജീവ ഗുഹാശയ കൂടസ്ഥ എന്നുള്ള അർത്ഥത്തിലുള്ള ചൈതന്യത്തിനെ അറിയാതെ കണ്ട് നമ്മൾ നടന്നാൽ നമ്മൾ എവിടെ എത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ പറഞ്ഞു, അതേ വിധം ഗോപബാലരറിഞ്ഞില്ല അത്ര കാലവും കൃഷ്ണൻ പിരിഞ്ഞ കഥയും ചൊല്ലി പൈതങ്ങളെ വരും. ഇരിക്കാം ഇത്രയുഗം വേഗം കണ്ടല്ലോ പൈക്കിടാങ്ങളെ, ഇരിക്കാം ഇത്രയും. അതായത് കൃഷ്ണ വരൂ, ഇരിക്കൂ,
ഇത്രയും വേഗം കണ്ടല്ലോ പൈക്കിടാങ്ങളെ ഉണ്ണുവാൻ, ഞങ്ങളെല്ലാവരും കൃഷ്ണനെ കാത്തിരിക്കയാം. ഞങ്ങളാരും ഉണ്ടിട്ടില്ല, വരൂ ഊണ് കഴിക്കാതാ പറഞ്ഞതേ. ഉടൻ ചിരിച്ചു ഭഗവാൻ, ഉണ്ടു ചങ്ങാതിമാരോടും പാമ്പിൻ തോലവരെ കാട്ടിക്കൊണ്ടു പോകിടിനാൻ വ്രജം. അപ്പോൾ അതിൻ്റെ മുമ്പേ അഘാസുരനെ വധിച്ചിട്ടുള്ളതുണ്ടല്ലോ, ആ പാമ്പിൻ്റെ തോല് കാണിച്ചു കൊടുത്തു. അപ്പം എന്താ അസ്ഥി മറ്റേതൊക്കെ കുറേ ചതിൽ വന്ന് പോയിരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, ഇത്ര കാലമായോ. ഉടൻ ചിരിച്ചു ഭഗവാൻ, ഉണ്ടു ചങ്ങാതിമാരോടും പാമ്പിൻ തോലവരെ കാട്ടിക്കൊണ്ടു പോകിടിനാൻ വ്രജം. പീലിക്കിരീടവും ഗോപിക്കുറിയും വനമാലയും അണിഞ്ഞ് പില്ലാങ്കുഴലും കയ്യിലേന്തി മനോഹരൻ, ഗോപീജനങ്ങൾ തൻ കണ്ണിനെന്നും ഉത്സവമായവൻ തന്നെ പുകഴ്ത്തി മോദിച്ചു മിന്നും ചങ്ങാതിമാരോടും. അവിടെ മിന്നെന്നുള്ളതിനൊന്നും നമ്പർ ചെയ്തിട്ടില്ല, അതൊക്കെ അതോട് മറന്നുകൊണ്ട് തോന്നുന്നുണ്ട്, ഞാൻ തന്നെ എടുത്തതാണ്. അപ്പോൾ അത് 151 മിന്നണത്. ഗോപീജനങ്ങൾ തൻ കണ്ണിനെന്നും ഉത്സവമായവൻ തന്നെ പുകഴ്ത്തി മോദിച്ചു മിന്നും ചങ്ങാതിമാരോടും. അങ്ങിങ്ങോടിയിടും ഓരോരോ പൈക്കിടാങ്ങളെ ആട്ടിയും അമ്പിയെന്നു വിളിച്ചും കൊണ്ടാണ് ഞാൻ നന്ദഗോകുലം. അവരവരുടെ പൈക്കിടാങ്ങളുടെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അവരെല്ലാവരും അവരവരുടെ നിജ ആലയങ്ങളിലെത്തി. ഉടൻ ഗോപാലബാലന്മാർ അലിവാർന്നോതി, ഇന്നിവൻ വലുതാം പാമ്പിനെ കൊന്നു രക്ഷിച്ചു ഞങ്ങളെ. ഇന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണൻ വലിയ ഒരു മലമ്പാമ്പിനെ കൊന്ന് ഞങ്ങളെനൊക്കെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇവിടെ കഥയെ കഴിഞ്ഞിട്ട് ഒരു കൊല്ലായിരുന്നു. ഉടൻ ഗോപബാലന്മാർ അലിവാർന്നോതി, ഇന്നിവൻ വലുതാം പാമ്പിനെ കൊന്നു രക്ഷിച്ചു ഞങ്ങളെ. ഓരോരോ ഗോപിയും മാറിപ്പുണർന്നു മുകിൽ വർണ്ണനെ. ഓരോരോ ഗോപസ്ത്രീകളും മാറി മാറി തൻ്റെ മുമ്പിലുള്ള ആ ചാരുതയാർന്ന ഉണ്ണികൃഷ്ണനെ വാരിപ്പുണർന്നു. അകതാരിൽ നിർവ്യാജം ആനന്ദം പൂണ്ടു ധന്യകൾ. അകതാരിൽ മനസ്സിൽ, അകതാരിൽ നിർവാച്യം എന്ന് പറഞ്ഞെന്താ, വാക്കുകളാൽ പറയപ്പെടാൻ സാധിക്കില്ല. ആനന്ദം പൂണ്ടു ധന്യകൾ, തങ്ങൾ തൻ മക്കളെക്കാളും സ്നേഹം കൃഷ്ണനിൽ ഇത്രയും. ശ്രദ്ധിക്കണം, സ്വന്തം മക്കളെക്കാൾ ഈ ഉണ്ണികൃഷ്ണനാണ് എല്ലാവർക്കും പ്രിയം. തൻ്റെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് 13ാമത്തെ ശ്ലോകം മുതൽക്ക് അവസാനം 24ാമത്തെ ശ്ലോകം 11 ശ്ലോകം ഭഗവാനെ പറ്റിയിട്ടുള്ള സ്നേഹമായ ഊഷ്മളമായ വർണ്ണനകളാണ്. തൻ്റെ ഇതിനേക്കാൾ താനല്ലോ അല്ല ഞങ്ങൾ അതിൻ്റെ മുമ്പ് ഒന്നെണ്ണം പോകാണ്ട്. അപ്പോൾ ഇവിടെ അങ്ങിങ്ങോടിയിടും ഓരോരോ പൈക്കിടാങ്ങളെയാട്ടിയും അമ്പിയെന്നു വിളിച്ചും കൊണ്ടണഞ്ഞാൻ നന്ദഗോകുലം. ഉടൻ ഗോപപാലന്മാർ അലിവാർന്നോതി, ഇന്നിവൻ വലുതാം പാമ്പിനെ കൊന്നു രക്ഷിച്ചു ഞങ്ങളെ. ഓരോരോ ഗോപിയും വാരിപ്പുണർന്നു മുകിൽ വർണ്ണനെ, അകതാരിൽ അനിർവാച്യമാനന്ദം പൂണ്ടു ധന്യകൾ. തങ്ങൾ തൻ മക്കളെക്കാളും സ്നേഹം കൃഷ്ണനിലെത്രയും ഉണ്ടായ കാരണം ചോദിച്ചളവിൽ ചൊല്ലി മാമുനി. അപ്പോൾ കഥ ഇങ്ങനെ പറയുമ്പോൾ തൻ്റെ കുട്ടികളെക്കാൾ എന്തുകൊണ്ടാണ് കൃഷ്ണനോട് ഇത്ര സ്നേഹവായ്പ ഇവർക്ക് തോന്നിയത്? അപ്പോൾ ശുഗബ്രഹ്മ മഹർഷി പരീക്ഷത്തിനോട് പറയുന്ന ഭാഗങ്ങളാണ് ഇനി വരുന്ന 11 ശ്ലോകങ്ങൾ. ശ്രദ്ധിക്കണം. ഉണ്ടായ കാരണം ചോദിച്ചളവിൽ ചൊല്ലി മാമുനി. തൻ്റേതിനേക്കാൾ താനല്ലോ വലുതേവർക്കും മൂഴിയിൽ. അതാണ് ബ്രഹ്മാണ്ഡമായ വേദാന്തം. തൻ്റേതിനേക്കാൾ താനല്ലോ വലുതേവർക്കും മൂഴിയിൽ. തൻ്റേതിനേക്കാൾ താൻ അല്ലേ? എൻ്റെ വീടിനേക്കാൾ വലുത് എൻ്റെ ജീവനാണ്. ഇപ്പം മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? എൻ്റെ
നാടിനേക്കാൾ എനിക്ക് സ്നേഹം എന്നിലെ ഞാനായി ആത്മീയ ചൈതന്യം. ഈ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഭ്യാസങ്ങളൊക്കെ ചെയ്യണത്. ശ്രദ്ധിക്കുക. അപ്പോൾ അതിനു വേണ്ടിയാം മറ്റു വിത്തപുത്രാദി സർവവും, അതിനു വേണ്ടിയിട്ടാണ് കാശ് സമ്പാദിക്കണം, കല്യാണം കഴിക്കണമെന്നും കുട്ടികളുണ്ടാവണം. എന്നിലെ എന്നെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കണമത്. ഞാനെന്നു തോന്നും ദേഹത്തിൽ പോലെഴും സ്നേഹമേവനും, ഞാനെന്നു തോന്നും ദേഹത്തിൽ പോലെഴും സ്നേഹമേവനും, എൻ്റേതായി തോന്നിയിടും പുത്രാദിയിൽ തോന്നില്ല നിശ്ചയം. അല്ലേ? നോക്കൂ, അവരവരുടെ ദാഹത്തിന് മകനോ അല്ലെങ്കിൽ മകളോ ഭാര്യയോ ഭർത്താവോ വെള്ളം കുടിച്ചാൽ മതിയോ? എൻ്റേതായി തോന്നിയിടും പുത്രാദിയിൽ തോന്നില്ല നിശ്ചയം. തനിക്ക് ചുട്ട തൻപിള്ള നിലത്തെന്ന് പ്രമാണമുണ്ട്. തന്നെ ധിക്കരിച്ച മകനോട് അച്ഛനും അമ്മയും അടുക്കില്ല. വെറുതെ എന്തെങ്കിലും പറയരുത്. അപ്പോൾ ദേഹത്തിൽ ഇത്രയും പ്രേമമാം ആത്മാവെന്നോർത്തു പോകയാൽ, ദേഹത്തിൽ ഇത്രയും പ്രേമം ആത്മാവെന്നോർത്തു പോകയാൽ, ആത്മാവിൻ ബന്ധമെത്രയ്ക്കും ഉണ്ട് അത്രയാം പ്രേമം ഏതിലും. അപ്പോൾ ആത്മാവിനോടാണ് പരമമായ പ്രേമം. അതാണ് ബ്രഹ്മം. അങ്ങനെയുള്ളവരെ രക്ഷപ്പെടുള്ളൂ. ഞാനല്ല ഈ ദേഹം, വേദാന്താണ്. ഞാനല്ല ഈ ദേഹം എൻ്റേതെന്നുറച്ചിടാൻ കഴിഞ്ഞവൻ, മുമ്പത്തെ പോലതിൽ പ്രേമം അത്ര വയ്ക്കില്ലൊരിക്കലും. എന്നിലുള്ള ബ്രഹ്മചൈതന്യാണ് കേമെന്ന് വന്നാൽ അവനവൻ്റെ വീടും ഭാര്യയും മക്കളേനെ കെട്ട് പോവും ആൾക്കാർ. അതാണ് ശരി. കാരണം അവരവർ മരിക്കുമ്പോൾ ആരും നമ്മുടെ ഒപ്പം വരില്ല, ഉറപ്പാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചാൽ നമുക്ക് അവരുടെ ഒപ്പം പോകാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം പോയി നമ്മൾ പിണമായാൽ പിന്നെ നമ്മളതിനെ ആരും ശ്രദ്ധിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കണം. എല്ലാ റിലേറ്റീവ് ടേംസിലുള്ള വാക്കുകളുടെയും അർത്ഥം അതോടുകൂടി കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, അതിനാൽ ഓർത്തിടാം ആർക്കും സ്നേഹം ആത്മാവിൽ മാത്രമാം. എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, എൻ്റെ മകൻ, എൻ്റെ പേരക്കുട്ടി, അതിനാൽ ഓർത്തിടാം ആർക്കും സ്നേഹം ആത്മാവിൽ മാത്രമാം. അതിനു വേണ്ടിയാം ദേഹം ഗേഹം തൊട്ടുള്ളതൊക്കെയും. അതിനു വേണ്ടിയിട്ടാണ് വീടും വളപ്പും കാര്യങ്ങളൊക്കെ. നേരിട്ട് ആത്മാവിനെ കണ്ടു ശീലിക്കും അതിഭാഗ്യവാൻ. ആദ്യം മുതൽക്ക് തന്നെ 8, 10, 12 വയസ്സ് മുതൽക്ക്, അല്ലെങ്കിൽ 6, 8, 10 വയസ്സ് മുതൽക്ക് ആത്മാവിനെ ബഹുമാനിക്കാൻ കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. അതിനാൽ ഓർത്തിടാം ആർക്കും സ്നേഹമാത്മാവിൽ മാത്രമാം. അതിനു വേണ്ടിയാം ദേഹം ഗേഹം തൊട്ടുള്ളതൊക്കെയും. നേരിട്ട് ആത്മാവിനെ കണ്ടു ശീലിക്കും അതിഭാഗ്യവാൻ. ആത്മാനുസന്ധാനം ചെയ്യാൻ തുടങ്ങിയാൽ അവരാണ് ശരിക്കാരെ ഭാഗ്യവാന്മാർ. ശീലിക്കും അതിഭാഗ്യവാൻ. ഉൾപ്പൂവിൽ ആസ്വദിച്ചിടും ആനന്ദം അത് അവർണ്യമാം. ഉൾപ്പൂവിൽ, മനസ്സിൽ, ചിദാകാശ ഗുഹയിൽ വിരാജിക്കുന്ന ചൈതന്യത്തിനെ മനസ്സിലാക്കി, അതാണ് ഉൾപ്പൂവിൽ ആസ്വദിച്ചിടും ആനന്ദം അത് അവർണ്യമാം. എല്ലാവർക്കും ഉള്ളിൽ മിന്നിടും ആത്മാവാകും കൃഷ്ണനീ വിധം. അതാണ് വളരെ ശ്രദ്ധിക്കണം. എല്ലാവരുടെ ഉള്ളിലും മിന്നുന്ന ആത്മീയ ചൈതന്യം വിഷ്ണുവാണ്, കൃഷ്ണനാണ്. നിങ്ങൾക്ക് ഏത് പേരിട്ടാലും കുഴപ്പമില്ല. ഇന്ന് എൻ്റെ പ്രഭാഷണം കേട്ടിട്ട് ഒരു ഭക്തൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയതാണ്, ഭഗവാൻ ഒരാളല്ലെങ്കിൽ നമ്മളെങ്ങനെ പിന്നെ ഭഗവാനെ കാണുക. അപ്പോൾ അതായത് ഞാൻ അദ്ദേഹത്തിനെ കുറ്റം പറയില്ല ഒരിക്കലും. ഭാഗവതം വാങ്ങൂ, വായിക്കൂ, പഠിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ അതിൽ നല്ല പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഭഗവാൻ നിരാകാരനാണ്, പ്രാണനാണ്. പ്രാണന് രൂപമുണ്ടോ? ഇല്ല.
അപ്പോൾ രൂപവും നാമവും നമ്മൾ കൊടുക്കണതാണ്. മരിച്ചാൽ നമ്മുടെ നാമത്തിന് വിലയില്ല. ഈ ശരീരം ദഹിപ്പിക്കുക, കുഴിച്ചിടുക, അല്ലെങ്കിൽ വല്ല ജന്തുക്കളും തിന്ന് അവരുടെ കാഷ്ടായിട്ട് പോവുക. അപ്പോഴും ശവം എന്നേ പറയുള്ളൂ. ഇന്ന ആളുടെ ശവം കത്തിച്ചു, കുഴിച്ചിട്ടു, അല്ലെങ്കിൽ നരി തിന്നു, പുലി തിന്നു എന്നൊക്കെ പറയും. അത്രയേ ഉള്ളൂ. പേരിനെ പറയില്ല. രാജഗോപാലിനെ തിന്നു എന്ന് പറയും. രാജഗോപാലിൻ്റെ ശരീരത്തിനെ തിന്നു, ശവം തിന്നു എന്നേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി അഭിപ്രായം പറയരുത് ഒരു കാര്യത്തിന്. കാരണം ഇത് വലിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ പറയണു, നേരിട്ട് ആത്മാവിനെ കണ്ടു ശീലിക്കും മതിഭാഗ്യവാനോൽപോവിൽ ആസ്വദിച്ചിടും ആനന്ദം അത് അവർണ്യമാം. എല്ലാവർക്കും ഉള്ളിൽ മിന്നിടും ആത്മാവാം കൃഷ്ണൻ ഈ വിധം. കൃപ കൊണ്ട് ഉലകിൻ നന്മയ്ക്ക് ഉടൽ പൂണ്ടു കളിക്കയാം. ഭഗവാൻ ഉടൽ സ്വീകരിക്കണു. എന്തിന്? കൃപ കൊണ്ട് ഉലകിൻ നന്മയ്ക്കുടൽ പൂണ്ടു കളിക്കയാം. വിനോദമാടാൻ വേണ്ടിയിട്ട്, സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ദുർജനങ്ങളെ വധിക്കാനുമായിട്ട് ഭഗവാൻ എന്ത് ചെയ്യണു? ശരീരം സ്വീകരിക്കണം. അതോടുകൂടി കഴിഞ്ഞു. കൃഷ്ണനെ ശരിയാം വണ്ണം അറിഞ്ഞുള്ളോർക്ക് മന്യതിൽ കാണുവാനില്ല മറ്റൊന്നും. സകലം ഭഗവന്മയം. കൃഷ്ണനെ ശരിയാം വണ്ണം അറിഞ്ഞുള്ളോർക്ക്. ശരിക്കും മനസ്സിലായോ? ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഭഗവാനെ വർണ്ണിക്കുക, അല്ലെങ്കിൽ ഉഷപൂജ കഴിഞ്ഞിട്ട് ദീപാരാധനയ്ക്ക്. ഭഗവാൻ എവർ എക്സിസ്റ്റിംഗ് എന്നാണ്. എവർ എക്സിസ്റ്റിംഗ്, സർവജ്ഞ, സർവജഗൽപതേ. അതൊക്കെ മറന്നു നമ്മളപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഉള്ളിൽ മിന്നീടും ആത്മാവാം കൃഷ്ണനീ വിധം. കൃപ കൊണ്ട് ഉലകിൻ നന്മയ്ക്കുടൽ പൂണ്ടു കളിക്കയാം. കൃഷ്ണനെ ശരിയാം വണ്ണം അറിഞ്ഞുള്ളോർക്ക് മന്നിതിൽ കാണുവാനില്ല മറ്റൊന്നും. സകലം ഭഗവന്മയം. കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടേ വിലസും കാരണത്തിനും. കാര്യമില്ലാണ്ട കാരണമില്ല. അപ്പോൾ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടേ വിലസും കാരണത്തിനും. കാരണം കൃഷ്ണനാണ്. എന്നാൽ മറ്റൊന്നുണ്ട് ഇനി ഓർക്കുവാൻ. ഇനി വേറൊന്നും ഓർക്കാനില്ല. വേറൊന്നും ഓർക്കാനില്ല. അതിനാൽ ഈ വിധം മിന്നും കൃഷ്ണനെ തന്നെ എപ്പോഴും, ഈ കൃഷ്ണനെ തന്നെ എപ്പോഴും ഭജിക്കിൽ അവർ തൻ ജന്മം എത്രയോ ധന്യമാം എൻ്റെ ജീവിതം. എന്താ കാരണം? കൃഷ്ണനെ തന്നെ എപ്പോഴും ഭജിക്കിൽ അവർ ജന്മം എത്രയോ ധന്യമാം. അടുത്ത ശ്ലോകം. അഹനെ കൊന്നത് അന്നേ ചൊന്നതാൻ അന്ന് ഓതാഞ്ഞതിനു കാരണം. ഒരു കൊല്ലം മുമ്പേ ഈ അഗാസുരനെ വധിച്ചു. അത് ഇവരോട് പറയാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ? അതറിഞ്ഞിട്ടുള്ളവരാരും വന്നിട്ടില്ല. അതാണ് ഈ വിധം ഭഗവാൻ ചെയ്തത് അതിമഞ്ജുളലീലയാം. അത്ര പൈക്കളെയും ഈ വൃന്ദാവനത്തിൻ്റെ പോയിട്ടുള്ള ഗോപന്മാരെയൊക്കെ ഉണ്ടാക്കി ആ ഒരു വർഷം എല്ലാ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും ഈ കുഞ്ഞുങ്ങളോട് കൂടുതൽ താല്പര്യം. കാരണം എന്താ? സാക്ഷാൽ ഭഗവാനാണ്. അകനെ കൊന്നത് അന്നേ ചെന്നോതാഞ്ഞതതിന്നു കാരണം. ഈ വിധം ഭഗവാൻ ചെയ്തത് ഒരു അതിമഞ്ജുളലീലയാം. അഘാസുരവധം മായാമോഹനം വനഭോജനം. അഘാസുരവധം, മായാമോഹനം, വനഭോജനം, ബ്രഹ്മസ്തുതികളും മറ്റും കേൾപ്പതേ വിശ്വമംഗളം. ഇതൊക്കെ കേൾക്കാതെ പറഞ്ഞാൽ വിശ്വത്തിന് മംഗളമാണെന്ന് പറയുമ്പോൾ അതിലൊരു അംഗത്തിന് പിന്നെ സന്തോഷം ഉണ്ടാവാണ്ടിരിക്കുമോ? പക്ഷെ നമ്മൾക്ക് സന്തോഷം അന്യം നിൽക്കണു. നമ്മളിത് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, വേണ്ട മാതിരി കൈകാര്യം ചെയ്തില്ല. കഥയനുദിനം കാണാം രാമായണം.
ചിറകെട്ടലും കടൽ കവികളായോടിച്ചാടി കടന്നു പരസ്പരം കഠിനരണവും മറ്റും, കഠിനരണം എന്ന് പറഞ്ഞാൽ യുദ്ധവും മറ്റും. വൃന്ദാവനത്തിൽ അതേ വിധം കമലനയനൻ തൻ കൗമാരം കഴിച്ചു മനോഹരം. കൗമാരം എന്ന് പറഞ്ഞാൽ 5 വയസ്സ് വരെയുള്ള ലീല കഴിച്ചു ഇതുവരെ. ഇനി 6ാമത്തെ വയസ്സിലേക്ക് പോവാണ്. കഥയനുദിനം കാണാം രാമായണം, ചിറകെട്ടലും കടൽ കവികളായോടിച്ചാടി കടന്നു പരസ്പരം കഠിനരണവും മറ്റും. വൃന്ദാവനത്തിൽ അതേവിധം കമലനയനൻ തൻ കൗമാരം കഴിച്ചു മനോഹരം. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ 50 സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ എന്നിവിടെ നിർത്തണം. കാരണം ഇനി പശുപാലനവും വൃന്ദാവന ലീലയും എന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരധ്യായമാണ് വരാൻ പോണത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് 560. വെറുതെ പിന്നെ സമയം നമ്മൾ നോക്കണ്ട. ഇത് കുറച്ച് വലിയ ഇതാണെങ്കിൽ നാളെ നമുക്ക് അത് വലുതായിട്ട് പറയാം. എല്ലാം ഭഗവാനാണല്ലോ തീരുമാനിക്കാൻ, നമ്മളാരാ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.